വിവേകെ, എത്ര മണിക്കാ ഒരു ഫുഡ് എടുക്കാൻ വരുന്നത്? സമയമുണ്ട്, 1 മണിക്ക് അവര് വരും. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ഉണ്ടാക്കി തീരും. നന്ദിനി, അന്ന് നാട്ടില് സൂര്യയൊക്കെ വന്ന ഒരു അമ്പലമില്ലേ, ആ അമ്പലത്തിന്റെ പേരെന്താ? താന്നിയൂരമ്മേന്നാ ഞങ്ങള് നാട്ടുകാര് പറയുന്നത്. എന്താ? അല്ല, അത് യതീന്ദ്ര സാറിന്റെ തറവാട് വക ക്ഷേത്രമല്ലേ? അപ്പൊ നിങ്ങളും ആ തറവാട്ടുകാരാണോ? അയ്യോ, ഞങ്ങൾ ആ തറവാട്ടുകാരൊന്നും അല്ല. ഞങ്ങളുടെ കുടുംബക്കാര് പണ്ടവിടെ വന്ന് താമസിച്ചിരുന്നാ പറയുന്നേ. അപ്പോ അവിടെ ഉണ്ടായിരുന്ന താന്നിയൂരമ്മ ഞങ്ങളുടെ ദൈവമായി. അപ്പോ നന്ദിയുടെ വീട്ടുപേരെന്താ? ഞങ്ങളുടെ വീട്ടുപേര് വാലിപ്പറമ്പിൽ. വാലിപ്പറമ്പിൽ. അപ്പോ അച്ഛന്റെ പേര് വാലിപ്പറമ്പിൽ സുദേവൻ. അതോ സുദേവന്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല, സുദേവൻ എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇതെന്താ ഒരു ചോദ്യം ചെയ്യലൊക്കെ? ഇന്നാളത്തെ പോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയ്യോ, ഒരു കുഴപ്പമില്ലേ. നമുക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടുപേര്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരു മര്യാദയാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. സത്യം പറഞ്ഞ അമ്മയുടെ പേര് എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതോടുകൂടി ഞാനത് മതിയാക്കി. ഇനി വേണ്ട. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ അമ്മയുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ട്രിക്ക് എനിക്ക് പിടികിട്ടി. നന്ദിനിയെ കൊണ്ടൊരു കാര്യം പറയിപ്പിക്കണമെങ്കിൽ അത് പറയരുതെന്ന് പറഞ്ഞാ മതി, അല്ലേ? അതെ, ആരതയുടെ കെട്ടിയോന്നൊരു പാവായതുകൊണ്ടാ, അല്ലാതെ എതിർത്ത് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. എന്നാ പിന്നെ പൊന്നുമക്കള് വേഗം റെഡിയാക്കാൻ നോക്ക്. ഞാനേ വാഴയില വിട്ട അവർക്ക് പൊതിച്ചോറ് കേട്ടണ്ടേ. എന്നാ പിന്നെ ചെല്ല്. മൊത്തം എത്ര കറി ഉണ്ടാക്കും? 5 or 6. അത്രയൊക്കെ മതിയോ? ചൂടോടെ ഇതൊക്കെ വാഴയിലാക്കി കെട്ടുമ്പോഴേ അവരെന്താ പറയുന്നറിയോ? മണമൊക്കെ വലിച്ചു കേട്ടിട്ട് എന്താ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയും. അതാണ് ഇതിന്റെ ഒരു ബിസിനസ്. പിന്നെ വൃത്തിയായിട്ട് ഉണ്ടാക്കി കൊടുത്ത നിത്യേന ആവശ്യക്കാരുണ്ടാവും. ബാ ബാ. ഹലോ, ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി കേട്ടോ. ഞാൻ ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യാൻ പോവാ. എന്നാ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ആരതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എന്നെയും കൂടി നിങ്ങൾ ജോലിക്ക് എടുക്കുവോ? ഞാനും കൂടി ആരതിയുടെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഓർഡർ പിടിക്കാമല്ലോ. കുറച്ചുകൂടി കഷ്ടപ്പെട്ട അത്യാവശ്യം കാശ് കിട്ടില്ലേ? അങ്ങനെ ഇപ്പൊ എന്റെ പൊന്നുമോള് നിത്യേന വന്നെ സഹായിക്കണ്ട. ആര് പറഞ്ഞു നിന്നെ സഹായിക്കാനാന്ന്? ഞാൻ നിത്യേന വരികയാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യുന്നതിന്റെ കാശ് തരണം. എനിക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനാ. അതൊന്നും വേണ്ട. പിന്നെ സൂര്യയുടെ ഭാര്യ ഈ പണിയെടുത്തല്ലേ കാശുണ്ടാക്കുന്നത്. ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യമൊക്കെ വിവേകിന് നല്ലോണം അറിയാവുന്നല്ലേ? എന്നാലും അതൊന്നും വേണ്ട. അതൊക്കെ അവസാനം വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഞാൻ അവിടെയുള്ള ജോലികൾ മുഴുവൻ പെട്ടെന്ന് തീർക്കുന്നുണ്ട്.
പിന്നെയുള്ള സമയം ഞാൻ മുറിയിൽ വെറുതെ ഇരിക്കുക. ആ സമയം ഞാൻ ആരതിയുടെ കൂടെ കൂടാലോ. എനിക്കത് നല്ലതല്ലേ? വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാർത്തൂന് ഇനി പഠിക്കാൻ കുറച്ച് കൂടുതൽ പൈസ വേണ്ടി വരും. ഏറ്റവും വലുതായി വരില്ലേ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൂട്ടി വെക്കണ്ടേ? അതിന് നിനക്കെന്താ പ്രശ്നം? ഏട്ടനോട് ഞങ്ങൾ പറയാലോ അവരുടെ രണ്ടുപേരുടെയും പേരില് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിനൊന്നും ആവശ്യമില്ല.